ഹായ് ആൾ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ഒരു 3-3.5 മണിക്കൂറിൻ്റെ ഒരു പടം കണ്ടു. പടം എന്ന് പറയാൻ പറ്റില്ല. എന്താണ് ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ഹാഫ് ചന്ദനക്കടത്ത്, സെക്കൻഡ് ഹാഫ് ചന്ദനമഴ. അങ്ങനെയായിരുന്നു. ഈ സെക്കൻഡ് ഹാഫിൽ അനാവശ്യ പാസും കാര്യങ്ങളൊക്കെ കുത്തി നിറച്ച് ഇതായിട്ട് ഭയങ്കര ഇപ്പോഴത്തെ കാലങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹൈപ്പിൽ വരും. പക്ഷെ പടം കാണുമ്പോൾ പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ത്രില്ലടിപ്പിക്കാനോ ഒന്നും ഉണ്ടാവാതെ ഒരു അട്ടർ വേസ്റ്റ് മൂവി ഒരുക്കി വെക്കും. പാൻ ഇന്ത്യൻ എന്നുള്ള പേരിൽ വെറുതെ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാണിച്ചു വെക്കണമെന്നാണ് ഇപ്പോഴത്തെ പടങ്ങൾ മുഴുവൻ. അതിലൊന്നിലേക്ക് പുഷ്പ 2. കങ്കുവ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം പടം കങ്കുവയായിരിക്കും. ആർക്കും ഇതുപോലൊരു അപരാധം ചെയ്തു വയ്ക്കാൻ പറ്റില്ല ഇങ്ങനൊരു ബിഗ് ബഡ്ജറ്റിൽ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പുഷ്പ 2 കഴിഞ്ഞപ്പോൾ മനസ്സിലായി എല്ലാം ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണെന്ന്. നമ്മൾ എന്താ പറയുക, ഈ ഇതിലൊക്കെ ഇരുന്ന് ലൊക്കേഷനിലൊക്കെ ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതി സ്പോട്ട് സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടക്കില്ല, അതുപോലെയൊക്കെയാണ് തോന്നുന്നത് ഈ പുഷ്പ 2 ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അല്ലു അർജുൻ മാക്സിമം വെറുപ്പിച്ച് കൈ തന്നിട്ടുണ്ട്. ഓവർ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ആക്ടിങ്ങിന്റെ പീക്ക് അതായിരുന്നു അല്ലു അർജുന്റെ ക്യാരക്ടർ. പക്ഷെ ഞാൻ പടം കാണാൻ പോയത് നമ്മൾ പുഷ്പയിൽ നിർത്തിയിടത്തുനിന്ന് കഥ തുടങ്ങും എന്ന് വിചാരിച്ചിട്ടാണ്. അതില് ബൻവൽ സിംഗ് ഷിഖാവത്ത് എന്ന് പറഞ്ഞ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ, അത് പുഷ്പ 1 ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഇത് പിടിക്കുന്നു, സാർന്ന് വിളിപ്പിക്കുന്നു, അതിൽ നല്ല പവർഫുൾ ആയിട്ട്. പിന്നെ അല്ലു അർജുൻ ഡ്രസ്സ് അഴിപ്പിച്ച് വെച്ചിട്ട് തിരിച്ചു വന്ന് ഭയങ്കര പകയോടെ ആ ഡോഗിനെയൊക്കെ കൊന്നു വന്ന് അത്ര ഒരു ബിൽഡപ്പിൽ നിർത്തിയ ആ ക്യാരക്ടറിനെ ഈ സിനിമയിൽ വന്നപ്പോഴേക്കും കോമാളിയാക്കി മാറ്റിയിരിക്കുന്നു. ഫഹദും അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ച്, ആരാണ് കൂടുതൽ വെറുപ്പിച്ചെന്നുള്ളതിന്റെ ഒരു മത്സരമാണോ നടന്നതെന്ന് തോന്നിപ്പോ. ഇത്രയും ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ ആവേശമൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന ഇത്രയും നല്ലൊരു ആക്ടറെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഊക്ക് വാങ്ങിച്ച് കൊടുക്കണ്ടായിരുന്നു. സുകുമാറിന്റെ നല്ലൊരു ഡയറക്ടറാണ്, നല്ല മൂവീസൊക്കെ എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷെ ഫഹദ് ഫാസിലിനെ ജസ്റ്റ് ഒരു കോമാളിയാക്കി മാറ്റി. അത് സ്ക്രിപ്റ്റ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്താ പറയാ, ഒരു വില്ലനും അല്ല സഹനടനും അല്ല എന്നുള്ള ലെവലിലേക്ക് ഫഹദിനെ മാറ്റി ഇതായി. ശരിക്കും ആ കയ്യെത്തും ദൂരത്തിലൊക്കെ ഉള്ള ഒരു ഫഹദില്ല, അഭിനയിക്കാൻ അറിയാത്ത ഫഹദ്, ആ ഒരു ലെവലിലേക്കാണ് ഫഹദിനെ കൊണ്ടുവന്നത് ഇതില്. എന്താ ഈ സീൻ, മേല് മൂത്രം ഒഴിക്കുന്ന സീൻ, അത് ഒരു SP റാങ്കിൽ IPS കാരൻ ഓഫീസർക്ക് കഴിഞ്ഞ ഒരു പുഷ്പയിൽ ആ ഒരു പവറും ആ ഒരു ഇതുമൊക്കെ നഷ്ടപ്പെട്ടു പോയി ഫഹദിന്റെ ആ ഒരു ക്യാരക്ടറിൽ. ഫഹദിനെ ശരിക്കും കോമാളിയൊക്കെ മാത്രമല്ല, ഫഹദിന്റെ അഭിനയമാണെങ്കിലും ഭയങ്കരമായിട്ട് വെറുപ്പിച്ചു. പിന്നെ ക്ലൈമാക്സിന്റെ ഒരു മുമ്പ് ഒരു ഫൈറ്റ് ഉണ്ട്, ഒരുപാട് നേരം ചിരിക്കാനുള്ള ഒരു ഫൈറ്റ്, 2 കൈയും 2 കാലും കെട്ടിയിട്ടുള്ള ഒരു ഫൈറ്റ്. ഇത് സ്പോയിലർ ഒന്നല്ല, കാരണം എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആരും തിയേറ്ററിൽ പോയി ഈ പടം കാണരുത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഒരു അപരാധം എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മോശം പടമാണ് പുഷ്പ 2. നമ്മുടെ മലയാളികൾക്ക് ഒട്ടും തേക്കില്ല. ഇനിയിപ്പോ തെലുങ്ക് ഓഡിയൻസിന് ഇല്ല, അവിടുന്നും നെഗറ്റീവ് കമന്റ്സും റിവ്യൂസും ഒക്കെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഫഹദ് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പടങ്ങളിലൊക്കെ തലവയ്ക്കാതിരിക്കുക, പടം നല്ല പടങ്ങൾ നോക്കി സെലക്ട് ചെയ്യുക. പുഷ്പ 2 പോയി. ഇപ്പൊ പേടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഹൈപ്പിൽ വരുന്നതാണ് ഇനി പൃഥ്വിരാജിന്റെ എമ്പുരാൻ. പൃഥ്വിരാജ് ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല എന്ന് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ കൂടിയും, പക്ഷെ അറിയില്ല, നന്നായാ മതിയായിരുന്നു.